പ്രഥമ ശ്രീവളയനാട് ദേവി പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് ഫെബ്രുവരി 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മായാ ഗോവിന്ദ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പ്രഥമ ദേവി പുരസ്കാരമാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നൽകുന്നത്. അത് ഞങ്ങളുടെ 12 ആളുകൾ അടങ്ങുന്ന പുരസ്കാര കമ്മിറ്റിയാണ് ഈ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രഥമ വളയനാട് ദേവി ക്ഷേത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ വിദ്യാധരൻ മാസ്റ്റർക്കാണ്. ശ്രീ വളയനാട് ക്ഷേത്രോത്സവം ഫെബ്രുവരി 6 കൊടിയേറി 12 പള്ളിവേട്ടയും 13 ആറാട്ടിനു ശേഷം സമാപിക്കും. ഫെബ്രുവരി 7 മുതൽ 11 വരെ ക്ഷേത്രത്തിൽ രാവിലെ 7:30 വൈകിട്ട് 4:15 രാത്രി 9 മണിക്കും ശീവേലി എഴുന്നള്ളിപ്പുകളും രാവിലെ 9:30 ഓട്ടൻതുള്ളലും 6:30 പാഠകവും അത്താഴപൂജയ്ക്ക് ശേഷം കളമെഴുത്തും പാട്ടും നടക്കും. 9 മണിക്ക് ശേഷം ചവലക്കൂത്തും നടക്കും. വൈകിട്ട് 7 മണിക്ക് പുറത്തെ സ്റ്റേജിൽ പ്രഗത്ഭ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറും. കൊടിയേറ്റത്തിനു ശേഷം വേദിയിൽ സാംസ്കാരിക സമ്മേളനവും ചേരും. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പൊ ആന എഴുന്നള്ളിപ്പ് നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്ക് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ് നമുക്ക് അല്പൊരു ആശ്വാസം ലഭിച്ചത്. ഒരു 3 ആനയെങ്കിലും എഴുന്നള്ളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെടിക്കെട്ടിന്റെ കാര്യം, എല്ലാ സുരക്ഷകളും തീർത്തുകൊണ്ട് വെടിക്കെട്ട് നടത്താനുള്ള ഒരു അനുമതി ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര മഹോത്സവം പ്രസിഡന്റ് വട്ടോളിയില്ലത്ത് കൃഷ്ണൻ മൂസദ്, ജനറൽ സെക്രട്ടറി AB രാജ്കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ RS രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.